കോവിഡ് വാക്സിൻ എടുക്കാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട മിഷിഗൻ സ്വദേശിനിയായ ലിസ ഡോംസ്കിക്ക് $1.27 കോടി നൽകണമെന്ന് US ജൂറി വിധിച്ചു. ആ സമയത്ത് അംഗീകാരം ലഭിച്ചിരുന്ന 3 കോവിഡ് വാക്സിനുകളുടെയും വികസന ഘട്ടത്തിലോ പരീക്ഷണ ഘട്ടത്തിലോ ഗർഭചിത്രത്തിനിടയിൽ ലഭിച്ച ഭ്രൂണകോശങ്ങൾ ഉപയോഗിച്ചിരുന്നതായി ലിസ ഡോംസ്കി കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ പറയുന്നു. അബോർഷൻ ദൈവത്തിനെതിരായ ഗുരുതരമായ കുറ്റകൃത്യമാണെന്ന് വിശ്വസിക്കുന്ന കത്തോലിക്ക വിശ്വാസിയായ ലിസ ഡോംസ്കി ഈ പശ്ചാത്തലത്തിൽ വാക്സിൻ എടുക്കാൻ വിസമ്മതിക്കുകയായിരുന്നു. എന്നാൽ തങ്ങളുടെ ജീവനക്കാരെല്ലാവരും വാക്സിൻ എടുക്കണമെന്ന നയത്തിൻ്റെ ഭാഗമായി ലിസ ജോലി ചെയ്തിരുന്ന ബ്ലൂ ക്രോസ് ബ്ലൂ ഷീൽഡ് ഓഫ് മിഷിഗൻ എന്ന സ്ഥാപനം ലിസയെ പിരിച്ചുവിടുകയായിരുന്നു. ലിസ ഡോംസ്കിയുടെ മതവിശ്വാസത്തെ മാനിക്കാതെ സ്ഥാപനം സ്വീകരിച്ച നടപടി മതവിവേചനത്തിനെതിരായ ഫെഡറൽ നിയമത്തിൻ്റെയും സംസ്ഥാന നിയമത്തിൻ്റെയും ലംഘനമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതി ഭീമമായ പിഴശിക്ഷ സ്ഥാപനത്തിന് വിധിച്ചത്. എല്ലാ ഗർഭഛിദ്രവും അധാർമികമായ തിന്മയാണെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഗർഭചിത്രത്തിനിരയായ ഭ്രൂണങ്ങളുടെ കോശങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച വാക്സിൻ സ്വീകരിക്കുവാൻ കത്തോലിക്കർക്ക് ധാർമ്മികമായ അനുമതി വത്തിക്കാൻ്റെ വിശ്വാസ തിരുസംഘം കോവിഡ് മൂർച്ഛിച്ച 2020 ഡിസംബർ മാസത്തിൽ നൽകിയിരുന്നു. വാക്സിൻ സ്വീകരിക്കുന്നത് ഗർഭചിത്രവുമായി നേരിട്ട് നടത്തുന്ന സഹകരണമായി കണക്കാക്കാനാവില്ലെന്നും എന്നാൽ ഈ പ്രസ്താവന ഇത്തരം ഭ്രൂണകോശങ്ങൾ ഭാവിയിൽ ഉപയോഗിക്കുന്നതിനുള്ള ധാർമ്മിക അനുമതിയായി കാണരുതെന്നുമാണ് അന്ന് വത്തിക്കാൻ്റെ വിശ്വാസ തിരുസംഘം വ്യക്തമാക്കിയത്. എന്നിരുന്നാലും വാക്സിൻ സ്വീകരിക്കുന്നത് സ്വമേധയാ എടുക്കേണ്ട തീരുമാനമാണെന്നും ഗർഭചിത്രവുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ വാക്സിൻ സ്വീകരിക്കാതിരിക്കുന്നവർ ഈ രോഗവാഹകരാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കണമെന്നും വിശ്വാസ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ തിരുസംഘത്തിൻ്റെ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു.